നടൻ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിലെന്ന് പരാതി. കൊച്ചിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സിദ്ദിഖ് ഒളിവിൽ പോയ കാറുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിൽ എന്നാണ് സൂചന. അതേസമയം ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായിട്ട് റിയ, എന്താണ് അങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനം? പോലീസ് അത് പൂർണ്ണമായും നിഷേധിക്കുകയാണോ? ദിവിഷ, നേരത്തെ തന്നെ സിദ്ദിഖിന് ഒളിവിൽ പോകാൻ ചിലർ സഹായം ചെയ്തു. അത് സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കളോ സിദ്ദിഖുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരുമാണ് സിദ്ദിഖിന്റെ കാറ് കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തതൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് SIT അടക്കം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിലവിൽ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളുടെ കുടുംബമാണ് തങ്ങളുടെ മക്കളെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ലിബിൻ പോൾ എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത് തങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു കസ്റ്റഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് SIT ആവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാറടക്കം കസ്റ്റഡിയിൽ എടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം രംഗത്ത് വന്നത്. ആദ്യഘട്ടം മുതൽ ഈ കോടതി വിധി വന്നതിന് പിന്നാലെ സിദ്ദിഖിനെ ഒളിവിൽ പോകാൻ സഹായിച്ചൊരു വാഹനം പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണ് കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച് ചില സൂചനകൾ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നതാനും അതാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ എന്നൊരു സംശയത്തിലേക്ക് മുന്നോട്ട് വരികയും അവരുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും SIT ഇക്കാര്യത്തിൽ എത്ര പേരെ എങ്ങനെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് സൂചന? എല്ലാവരുടെയും കുടുംബങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ ലിബിൻ പോൾ, ഈ 2 പേരുടെ കുടുംബാംഗങ്ങളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത്. കടവന്ത്രയിലെ മേനകയിലെ ഫ്ളാറ്റിൽ നിന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. SIT എടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ സിദ്ദിഖിനായുള്ള അന്വേഷണത്തിനൊക്കെ SIT കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ കൊച്ചി സിറ്റി പോലീസിന്റെയും സഹായം തേടിയിരുന്നു. അങ്ങനെ ഒരു നീക്കം കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തുണ്ടോ എന്നതാണ് കുടുംബം സംശയിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ പോലീസിന് ഈ വാഹനം കണ്ടെത്താനും അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്നവർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു. അത് സംബന്ധിച്ച് ചില സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു കസ്റ്റഡി ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത് അവർ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്നത് SIT ആണ്. SITന്റെ ഒരു സംഘം കൊച്ചിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കസ്റ്റഡി ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇങ്ങനൊരു വാഹനം ഇവിടെ നിന്ന് പോയിരുന്നതായും ആ വാഹനം പിന്നീട് മാറ്റുകയും ഒപ്പം തന്നെ വാഹനത്തിന്റെ GPS അടക്കമുള്ളവ വിച്ഛേദിക്കുകയും ചെയ്തെന്ന ചില നിരീക്ഷണങ്ങളും സംശയവും പോലീസിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന് ചൂണ്ടിക്കാണിച്ച് അവരുടെ കുടുംബം വന്നിരിക്കുന്നത്. അത് സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളുടെ കുടുംബമാണ് അങ്ങനെ ഒരു പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അല്ല റിയ, ഇപ്പോൾ പോലീസ് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണല്ലോ. അപ്പോൾ ബന്ധുക്കൾ ഇങ്ങനെ പരാതിയുമായി വരുമ്പോൾ അത് പോലീസ് നിഷേധിക്കുക, അതിൽ എന്തെങ്കിലും ഒരു നടപടികൾക്ക് സാധ്യതയുണ്ടോ? പോലീസ് അത് അന്വേഷിക്കാമെന്ന് അങ്ങനെ ഒരു ഉറപ്പ് ആ ബന്ധുക്കൾക്ക് നൽകുന്നുണ്ടോ? അത് സ്വാഭാവികമായും അവർ നൽകുന്ന പരാതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ബന്ധുക്കൾ ഇങ്ങനെ ഒരു പരാതി നൽകിയപ്പോൾ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നൊരു വിശദീകരണമാണ് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് SIT ആണ്. തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘമാണ്. അവരുടെ ഒരു യൂണിറ്റ് കൊച്ചിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റഡി ഉണ്ടെങ്കിൽ അത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഈ പരാതി ലഭിച്ച സാഹചര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. കുടുംബം കൃത്യമായി പറയുന്നത് കൊച്ചിയിലെ തന്നെ 2 ഫ്ളാറ്റുകൾ, അത് കടവന്ത്രയിലും മേനകയിലും എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആ ഫ്ളാറ്റുകളിൽ നിന്ന് ഈ 2 പേരെ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തു വന്നൊരു പരാതി തന്നെയാണ് കുടുംബത്തിലുള്ളത്. എന്തായാലും ആ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തും. കുടുംബാംഗങ്ങളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും അവരുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായിരുന്നു ഇവർ എന്നൊരു കാര്യം കൂടി കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അങ്ങനെ ഒരു കസ്റ്റഡി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് താനും. കാരണം ഈ സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ സിദ്ദിഖിനെ ഒളിവിൽ പോകാൻ സഹായിച്ച വാഹനം അത് ഏതാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കാറ് ഒളിവിലേക്ക് മാറ്റിയതായും ഒപ്പം തന്നെ GPS അടക്കം പോലീസ് എത്താതിരിക്കാൻ കാറിന്റെ GPS അടക്കം വിച്ഛേദിച്ചതായുള്ള ചില സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ SITയുടെ ഭാഗത്തു നിന്ന്
നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കാർ കസ്റ്റഡിയിലെടുത്തോ, ഈ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് SIT-യുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകൾ ലഭിക്കുകയും ചെയ്യും. നിലവിൽ എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെയാണ് ലിബിൻ പോൾ എന്നിവരുടെ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. തങ്ങളുടെ മക്കളെ പോലീസ് SIT കസ്റ്റഡിയിലെടുത്തു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കുടുംബം പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരി, എന്തായാലും രണ്ട് പോൾ, ലിബിൻ എന്നീ രണ്ടുപേരുടെ കുടുംബങ്ങളാണ് ഇങ്ങനെ ഒരു പരാതിയുമായി വന്നിരിക്കുന്നത്. സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളാണിവർ. ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ് ആരോപണം. പക്ഷേ പോലീസ് അത് ആദ്യം നിഷേധിക്കുകയാണ്, അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അവരുടെയും ഷഹീന്റെയൊക്കെ പ്രതികരണം വരും നിമിഷങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക്